ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ എന്താണെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പനിക്കൂർക്കയില. ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയെ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന ഇല്ലാത്തൊരു വളരെ ചുരുക്കമല്ലേ. അപ്പോൾ എനിക്കിവിടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഇത് വന്നപ്പോഴാണ്, ഈ അസുഖം വന്നപ്പോഴാണ് ഞാനിത് കുറിച്ച് ഓർത്ത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ പനിക്കൂർക്കയില ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 3-4 പനിക്കൂർക്കയില എടുത്തിട്ട് ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിന് നല്ല സോഫ്റ്റ് ആയതിന് ശേഷം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ട് അതിൽ ചെറുതേനും അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്രയും സാധനം ചേർത്ത് നന്നായിട്ട് ഇതിനെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തതിന് ശേഷമാണ് അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചെറുതേനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാം. രാവിലെയും രാത്രി 2 നേരം ഒരു 2 ദിവസം കണ്ടിന്യൂ കുടിച്ചാൽ തന്നെ നല്ല അതിൻ്റെ ആശ്വാസം കിട്ടും. ഇവിടെ ഒരു ദിവസം കുടിച്ചപ്പോൾ തന്നെ ഇവിടെ വീട്ടിലുള്ളവർക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കഫക്കെട്ടും നെഞ്ചിലും തൊണ്ടയിലും അടിഞ്ഞിരിക്കുന്ന കഫക്കെട്ടൊക്കെ പെട്ടെന്നങ്ങ് നന്നായിട്ട് മാറിക്കിട്ടും. നല്ലൊരു മരുന്നാണിത്. വീട്ടുവൈദ്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത്രയ്ക്കും നല്ല, നമ്മൾ വീട്ടിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പെട്ടെന്ന് ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാതെ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ തുളസി ഇല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റി ഇതിനൊപ്പം തന്നെ ചേർത്തിട്ട് തുളസി ഇലയും ഈ എൻ്റെ ഇലയും കൂടെ ചേർത്ത് 2 സൈഡും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റണം. അപ്പോൾ ഇല നല്ല സോഫ്റ്റായിട്ട് വരും. വളരെ നല്ല ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണിത്. ആരും ഇത് മിസ് ചെയ്യാതെ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് ഇത് അറിയാമെന്നുള്ളവരുണ്ടാവും, ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ അറിഞ്ഞുകൂടാത്തവരുണ്ടാകുമല്ലോ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചിലപ്പോൾ പെട്ടെന്ന് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇല പിന്നെ തേനിൽ ചെറുതേനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചെറുതേനാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറുതേനും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ ഇലയുടെ ചാറ് പിഴിഞ്ഞെടുക്കുന്ന 2 സ്പൂണെങ്കിലും വേണം നമുക്ക്. ചാറ് ഇത് ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ 2 സ്പൂണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് വേണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് കുരുമുളക് പൊടിയും തേനും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. അത്രയും നല്ലൊരു ഉപകാരമുള്ള ഒരു എന്താ പറയുക മരുന്നാണിത്. അപ്പോൾ ഇതിവിടെ വീട്ടിലെല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണ്ട. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഈ ചെറുതേനും ഇതിൻ്റെ ഇല, ഈ പനിക്കൂർക്ക ഇലയുടെ ഇടിച്ച് പിഴിഞ്ഞ നീരും കൂടെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. എൻ്റെ കൊച്ചുമക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല ആശ്വാസമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ആ സമയം ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് എല്ലാവർക്കും എൻ്റെ വീഡിയോ എത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.